നമ്മുടെ BOB ക്രെഡിറ്റ് കാർഡിൻ്റെ സ്നാപ്ഡീൽ വെർഷനായിട്ടുള്ള നമ്മുടെ സ്നാപ്ഡീൽ BOB ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇപ്പോൾ ഡെലിവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇതിൻ്റെ എത്ര ലിമിറ്റ് കിട്ടി, നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കുറേ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും പുതിയൊരു ക്രെഡിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയിരിക്കുന്ന നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഓഫേഴ്സ് ഇഷ്ടംപോലെ നിങ്ങൾക്ക് വരുന്നത് അറിയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് സ്നാപ്ഡീലും അതുപോലെ സ്നാപ്ഡീലായിട്ട് കോബ്രാൻഡായിട്ട് ഇറക്കിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതായത് സ്നാപ്ഡീൽ BOB ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസമായിട്ട് ഇത് ലോഞ്ച് ആയിട്ടുള്ളൂ. റൂപേ വെർഷനിൽ വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് ഓഫേഴ്സും അതുപോലെ തന്നെ വെൽക്കം ബെനിഫിറ്റും അതുപോലെ തന്നെ ലിമിറ്റും എലിജിബിലിറ്റി ക്രൈറ്റീരിയയും സംഭവം ഫുള്ള് നമ്മളിന്ന് നമ്മുടെ ഈ വീഡിയോയിൽ കവറാകും. അതുപോലെ തന്നെ ഇതിൽ അൺബോക്സിങ് നമ്മൾ കവറാകും. അപ്പോൾ എന്താ പറയുക, കാർഡിൻ്റെ ഒരു പുതിയ കാർഡാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് നമ്മളൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ചാനലായ JMG26 ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻസ് നമ്മുടെ നമ്മുടെ കൺസ്യൂമർ പ്രൊഡക്ട്സും അതിൻ്റെ റിവ്യൂസും അതുപോലെ തന്നെ ആയുർവേദിക് പ്രൊഡക്ട്സും അതുപോലെ തന്നെ ഫുഡ്സിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് തന്നെയായിരിക്കും. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. യൂട്യൂബിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ ലിസ്റ്റിനുള്ളിൽ കയറി നോക്കിയാലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ നേരത്തെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ആയത്. നമ്മുടെ AC ഓഫായിട്ട് വന്നപ്പോൾ എന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ഈ ഉച്ച തൊട്ടായി ഇപ്പോൾ തുടങ്ങിയിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എന്താ പറയുക, നമുക്ക് അപ്രൂവ് ആയിട്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആക്ച്വലി അപ്രൂവ് ആവേ ടൈം ലിമിറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അപ്രൂവ് ചെയ്തപ്പോഴും നമ്മൾ ആക്ച്വലി ഓൺലൈൻ തന്നെ നമ്മൾ അപ്രൂവ് ചെയ്ത് നമുക്കറിയായിരിക്കും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ സ്നാപ്ഡീലിൻ്റെ ആപ്പിൽ കയറിയിട്ട് അപ്രൂവ് ചെയ്യാം. ചിലവർക്കത് അവിടെ കാണിക്കില്ല. അത് കാണിക്കാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് BOBയുടെ സൈറ്റ് കയറിയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യണത് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു എന്താ പറയുക ഓവറാന്ന് പറയാമെന്ന് വെച്ചാൽ സ്നാപ്ഡീൽ നിങ്ങൾക്ക് അറിയായിരിക്കും. സ്നാപ്ഡീൽ എന്ന് പറയുന്നത് ഇപ്പോൾ ആരും ഉപയോഗിക്കാത്തൊരു ഓൺലൈൻ e-commerce വെബ്സൈറ്റും അതുപോലെ തന്നെ ആപ്പുമാണ്. അപ്പോൾ അതിൻ്റെ പേര് വെച്ചുകൊണ്ട് ഇവർക്ക് എന്തായാലും അധികം ചിലവോ അല്ലെങ്കിൽ കാർഡ് അധികം ചിലവാകാനോ സാധ്യതയില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഓൾറെഡി അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാർഡാന്ന് വേണമെങ്കിൽ പറയാം, ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് അവർ അത്യാവശ്യം കുറച്ചാണ് കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിക്കുന്നത് 60,000 സംതിങ് ആണ് ഇപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് 3 മാസം നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിൽ നമ്മൾ ഓൾറെഡി ഓഫർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അല്ലെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നോർമൽ ബാങ്കിൻ്റെ ക്രെഡിറ്റിലേക്ക് എനിക്ക് അപ്ഗ്രേഡ് തന്നാലും മതി. അപ്പോൾ അവർ പറഞ്ഞാൽ എന്തായാലും ഞാൻ ഉറപ്പായിട്ട് നമുക്ക് ലിമിറ്റ് അപ്ഗ്രേഡ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നുണ്ട്. നമ്മൾ അവരുടെ കസ്റ്റമർ കെയറിലേക്ക് നിങ്ങൾക്ക് അവരുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അതിലേക്ക് വിളിച്ച് നോക്കി കഴിഞ്ഞാൽ കാർഡ് ഡിസ്പാച്ച് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് കിട്ടും. ഓൺലൈൻ്റെ ആ സൈറ്റിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ടോട് ചോദിച്ചിട്ട് നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് എടുക്കാം കേട്ടോ. അപ്പോൾ കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ BOB കാർഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് വരുന്നത് നമുക്ക് സ്നാപ്ഡീലിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷൻസിനും അതുപോലെ തന്നെ ഏത് ട്രാൻസാക്ഷൻ ആയാലും ഓൺലൈൻ നമുക്ക് 2.5% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു ക്യാഷ് ബാക്കാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ക്യാഷ് ബാക്ക് നമ്മൾ സെപ്പറേറ്റ് റിഡീം ചെയ്യുന്നു വേണ്ട. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മുടെ എന്താ പറയുക ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ആഡ് ആയിക്കോളും. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് ബില്ല് അടച്ചാൽ മതിയിട്ട്. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ജോയിനിങ് ഫീസും അതുപോലെ തന്നെ പ്രൈസ് എന്ന് പറയുമ്പോൾ ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് 249 രൂപീസാണ്. രണ്ടും 249 തന്നെ വരുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്നാപ്ഡീലിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡീൽ ആരും ഉപയോഗിക്കാത്തൊരു സംഭവമാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഞാൻ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ സ്നാപ്ഡീൽ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്ര കാലത്തിൽ വേണമെങ്കിൽ 2-3 വട്ടമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത്ര ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നല്ല കാർഡ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് വിചാരിക്കേണ്ട നിങ്ങൾ. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് BOB ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു കാർഡെന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇൻകം ഡോക്യുമെൻറ്റ് വേണ്ട, സാലറി ഡോക്യുമെൻറ്റ്. ഞാൻ ആക്ച്വലി അതിൻ്റെ KYC പോലും ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് ആക്ച്വലി ഇതെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ KYC പോലും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് അത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം അവർ ഒരു കോളും ചെയ്തില്ല, ഒരു വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അപ്ലൈ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം ടൈം എടുത്തു. 2 ആഴ്ച 3 ആഴ്ച സംതിങ് എടുത്തു. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ പാക്കേജ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ AC ആദ്യം ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യമായി നമ്മുടെ വോൾട്ടേജ് ഇങ്ങനെ പോകുന്നു. വോൾട്ടേജ് ആകുമ്പോൾ നമ്മുടെ സ്റ്റെബിലൈസർ കട്ടാവുന്നതാണ്.
നിങ്ങൾ ആൾറെഡി നല്ല ലൈറ്റ് ബ്ലിങ്ക് ആയത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട്, സംഭവം അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജിലാണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ. ഇതാ നിങ്ങൾക്ക് എൻ്റെ പേരൂടെ കാണണ്ടായിരിക്കും. ഞാൻ എന്തായാലും എൻ്റെ അഡ്രസ്സ് ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് ഞാൻ ഡയറക്റ്റ് ഡീറ്റെയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതിൽ പ്രൈവറ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ ഞാൻ അടുത്തേക്കൊന്ന് വരാം. അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് ഒന്ന് മാറ്റി പിടിക്കുകയാണ്, പേര് മാത്രം ഇരുന്നോട്ടെ. ഇതാ ഇങ്ങനെയാണ് നമുക്ക് കാർഡ് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേര് അവിടെ കാണണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് വരുന്നത്. മുകളിലൂടെ BOB എന്നുണ്ട്, സ്നാപ്ഡീൽ എന്നുണ്ട്, കോൺഫിഡൻഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ എന്താ പറയുക, ഇപ്പോൾ ഡെലിവർ ആയില്ലെങ്കിൽ റിട്ടേൺ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാനുള്ള ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യട്ടെ. ഞാൻ എന്തായാലും ഇത് എന്താ പറയുക മറ്റേ നമ്മുടെ സൂം മോഡിലേക്ക് വെക്കുന്നില്ല, അതായത് നമുക്ക് ഡയറക്റ്റ് കാർഡ് കാണാവുന്ന രീതിയിലേക്ക് ഞാൻ വെക്കുന്നില്ല. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നിറ കറക്റ്റായിട്ട് തന്നെ സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ജസ്റ്റ് മുകളിൽ നമുക്ക് കട്ട് ചെയ്യാം, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്തു കിട്ടാം. നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 500 രൂപയുടെ സ്നാപ്ഡീൽ വൗച്ചർ നമുക്ക് കിട്ടും. അപ്പോൾ സ്നാപ്ഡീൽ നമുക്ക് എന്തെങ്കിലും അതിൽ കൂടെ പർച്ചേസ് ചെയ്യാം. ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഡ്രസ്സൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് പ്രൈസ് ഉള്ളതൊന്നും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല എന്താ പർച്ചേസ് ചെയ്യാനൊന്നും. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. അയ്യോ ഫ്രണ്ടിൽ കട്ടായി. അപ്പോൾ ഇതിൻ്റെ കാർഡിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ തരുന്നുണ്ടെന്നൊക്കെ നോക്കി നോക്കാം. എന്താ വെച്ചാൽ BOB ക്രെഡിറ്റ് കാർഡിൽ അത്യാവശ്യം കുറച്ച് പേപ്പേഴ്സൊക്കെ അവർ തരാറുണ്ട് BOBയുടെ കൂടെ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാർഡ് നമ്മുടെ പാക്കേജ് ചെറുതായിട്ടൊന്ന് നിലമ്പായി. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല കട്ടിയുള്ള സംഭവമാണ് കേട്ടോ. ഇതിൽ നമുക്കൊരു ഒരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട്, ഒരു പേപ്പർ, ഇതൊരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട്, ഒരു ബുക്ക് അവരെ കാർഡിൻ്റെ പടം കൊടുത്തിട്ട് നമുക്ക് അവിടെ കാണിച്ചു തരാം. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ മുഖം മറിച്ച് കാണിച്ചു തരാം, അല്ലെങ്കിൽ അത് ഫോക്കസ് ആവില്ല. ഇപ്പോൾ ഫോക്കസ് ആവാൻ വിചാരിക്കുന്ന ഒരു ടേംസ് ആൻഡ് കണ്ടീഷനാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ. എന്തായാലും ഇത് വായിച്ചു നോക്കാൻ പറയാം. എന്തായാലും ഞാൻ വായിച്ചു നോക്കാൻ റെക്കമെൻഡ് ചെയ്യട്ടോ. BOB ഫൈനാൻഷ്യൽ എന്നിട്ട് ബാക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. ലൈറ്റ് ഫോക്കസ് ആണ്, നമ്മുടെ മുഖം കണ്ടാലേ ക്യാനോനൊന്നും ഫോക്കസ് ആവില്ല. അത് നമ്മുടെ സോണിയുടെ പുതിയ ക്യാമറ തന്നെ വേണം നമുക്ക്. അപ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, കാണിച്ചു തരാം. കാർഡ് കാണുന്നതിനായിരിക്കും റുപേ പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു കാർഡാണ്. അപ്പോൾ റുപേ പ്ലാറ്റ്ഫോമിൽ വരുന്ന കാർഡുകൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി UPI നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ റുപേ പ്ലാറ്റ്ഫോമിൽ വരുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ മോസ്റ്റ് എല്ലാവരും വിസയും മാസ്റ്റർ കാർഡൊക്കെയാണല്ലോ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ റുപേ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്, അതല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് എന്താ പറയുക ട്രാൻസാക്ഷൻ ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ നമ്മുടെ ഗവൺമെൻറ് നല്ലവണ്ണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെന്തായാലും ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യാം. ഇതെന്താ പറയുക, ഇത് നമുക്കിത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്. അപ്പോൾ നമ്മൾ നോർമൽ ബാക്കി എല്ലാ കാർഡുകളുടെ കൂടി കിട്ടുന്ന സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ എങ്ങനെ വാട്ട് ഈസ് ബാങ്ക് ഓഫ് ബറോഡ കോൺടാക്ട്, നമുക്ക് കോൺടാക്ട്ലെസ് കാർഡ് നമ്മൾ അതായത് NFC നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു കാർഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ മെയിൻ സംഭവമാണ് ഇതാണ്. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ബാക്കിൽ ഇത് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ആയി വിചാരിക്കുന്നു. ബാക്കിൽ അതിൻ്റെ എന്താ പറയുക കാർഡ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഒരു BOBയുടെ ആപ്പ് കയറി അല്ലെങ്കിൽ വെബ്സൈറ്റ് കയറി സുഖമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ടു രജിസ്റ്റർ യുവർ കാർഡ് നൗ എന്ന് വെച്ചാൽ സ്കാൻ ചെയ്യുന്ന 2 ഡൗൺലോഡ് ചെയ്യാനും 2 QR കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാർഡ് എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ബാക്കിലാണ്. അപ്പോൾ അത് കാണിച്ചു തരാൻ സുഖമാണ്. കാർഡ് കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും എടുക്കട്ടെ. അതിന് മുമ്പ് ഇതിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് ലിമിറ്റ് കിട്ടിക്കുന്നത് കുറവാണ്, 16 കിട്ടിയുള്ളൂ. പക്ഷേ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് 60 കിട്ടിയിട്ടുണ്ട്. വെൽക്കം ടു, അതും കുറവ് തന്നെയാണ്. എന്നാലും നമ്മുടെ ബാക്കിയുള്ള കാർഡിൻ്റെ ലിമിറ്റ് നോക്കുമ്പോൾ കുറവാണ്. വെൽക്കം ടു ദ ബാങ്ക് ഓഫ് ക്രെഡിറ്റ് കാർഡ് ഫാമിലി ആൻഡ് താങ്ക് യു ഫോർ ചൂസിങ് ദ സ്നാപ്ഡീൽ ബാങ്ക് ഓഫ് ബറോഡ കോ-ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആക്ടിവേഷൻ ബെനിഫിറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരതൊരു സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യൂസ് യുവർ കാർഡ് വിത്തിൻ 30 days ഓഫ് കാർഡ് ഇഷ്യൂൻസ് ആൻഡ് ഗെറ്റ് സ്നാപ്ഡീൽ വൗച്ചർ വർത്ത് അപ് ടു 500 rupees. പിന്നെ നമുക്ക് 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ഓൺ സ്നാപ്ഡീൽ വെബ്സൈറ്റ് ആൻഡ് ആപ്പ്, 10% റിവാർഡ് പോയിന്റ് ഫോർ എവറി 100 rupees സ്പെൻഡ് ഓൺ ഓൺലൈൻ ഷോപ്പിംഗ് ആൻഡ് ഗ്രോസറി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ. അതായത് 2.5% ആണ് വരുന്നത് കേട്ടോ. പിന്നെ ബാക്കി എല്ലാത്തിനും 4 റിവാർഡ് പോയിന്റ് ആണ്. പിന്നെ നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് വൈവ് ഓഫ് വരുന്നുണ്ട്. അതായത് മിനിമം 400 അടിക്കണം, എന്നാലേ നമുക്ക് സർചാർജ് കിട്ടുള്ളൂ. പിന്നെ 1 റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2500 എല്ലാ പർച്ചേസും നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 36 മാസം വരെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ബാക്കി എല്ലാ നോർമൽ ക്രെഡിറ്റ് കാർഡിലൊക്കെ നമുക്ക് 2 കൊല്ലം, അതായത് 24 months കിട്ടാറ്. ഇതിൽ നമുക്ക് 36 മാസം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 3 add-on കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ എടുക്കാം, നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ എന്തായാലും കാർഡ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് കാർഡിൻ്റെ അത്യാവശ്യം നല്ല കാർഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ബാക്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണോണ്ട്, ഇങ്ങനെ കാണിച്ചു തരണോണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് വന്നിരിക്കുന്നത്. കാർഡിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഒരു നിങ്ങൾക്ക് ഇവിടെ NFC എംബ്ലം കാണാം. പിന്നെ റൂപേ ക്രെഡിറ്റ് ആണ്. അപ്പോൾ റൂപേയിൽ വരുന്ന ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ കാർഡുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അത് നമ്മുടെ നോർമൽ ഫ്രണ്ട് സൈഡിൽ വരുന്നതൊക്കെ പഴയ സ്റ്റൈലായിരുന്നു. ഇപ്പോൾ നമുക്ക് പുതിയ സ്റ്റൈൽ ഇങ്ങനത്തെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാർഡ് എനിക്ക് ഇഷ്ടം. എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വീഡിയോയിലൊക്കെ സുഖമായിട്ട് എടുത്ത് കാണിച്ചു തരാം. കാണിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ബാക്ക് സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വേറെ സംഭവമൊന്നുമില്ല. സൈൻ ചെയ്യാണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാപ്ഡീലിൻ്റെ BOB ക്രെഡിറ്റ് കാർഡ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് നിങ്ങൾ കണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ യൂട്യൂബിൽ ആദ്യമായിട്ടുള്ള വീഡിയോ ആയിരിക്കും, പ്രത്യേകിച്ച് മലയാളത്തിൽ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു ക്രെഡിറ്റ് കാർഡാണ്. അതുകൊണ്ടാണ് തന്നെ നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്തത്. പിന്നെ നമ്മുടെ ഓൾറെഡി BOBയുടെ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.